الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും നാളെയും മറ്റന്നാളും അയ്യാമു തശ്രീഖാണ്. തശ്രീഖ് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം വെയിലത്തിട്ട് ഉണക്കുക എന്നാണ്. അഥവാ ബലിയുടെ മാംസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനു മുമ്പും അറബികൾ വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിക്കുമായിരുന്നു. അന്ന് ഫീസറൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണ് ഈ തശ്രീഖ് എന്ന പേര് അതിന് വരാൻ കാരണം. അയ്യാമത്തെ തശ്രീഖിന്റെ 3 ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്ന അഅളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർർ. അല്ലാഹുവിങ്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അഥവാ ചന്ദ്രവർഷം ഏതാണ്ട് 354 ദിവസമാണല്ലോ ഒരു വർഷത്തിൽ. അതിലേറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമുൻ നഹർ, പെരുന്നാൾ ദിവസമാണ്. സയ്യിദുൽ അയ്യാം യൗമുൽ ജുമുഅയാണ് എന്ന് നമുക്കറിയാം. ദിവസങ്ങളുടെ നേതാവ്, അത് ആഴ്ചയിൽ 7 ദിവസം, അതിൽ നേതാവ് വെള്ളിയാഴ്ച തന്നെ. ഒരു വർഷത്തിലുള്ള മൊത്തം ദിവസങ്ങൾ എടുത്താൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ബലിപെരുന്നാൾ ദിവസമാണ്. സുമ്മ യൗമുൽ ഖർർ, പിന്നെ യൗമുൽ ഖർറാണ്. അതായത് ബലിപെരുന്നാളിന്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഹജ്ജാജിമാർ വീണ്ടും മിനയിലേക്ക് പോയി താമസിക്കുന്ന 11ാമത്തെ ദിവസം. അപ്പൊ അയ്യാമു തശ്രീഖിന്റെ 1ാമത്തെ ദിവസം ബലിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ദിവസങ്ങളെല്ലാം പരിഗണിക്കപ്പെടുന്നത് എന്നാണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അഥവാ മാംസം ഉണക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ അതിൻ്റെ നാമകരണം തന്നെ. എന്താണ് ഇത്രയും വലിയ പ്രാധാന്യം ബലിക്ക്? അല്ലാഹു തആല നമുക്ക് നൽകിയ നിരവധി അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരു അനുഗ്രഹമാണ് കന്നുകാലി സമ്പത്ത്. കന്നുകാലി സമ്പത്ത് അള്ളാഹു നമുക്ക് വിധേയമാക്കി തന്നിരിക്കുകയാണ്. പാല് ഉൽപ്പന്നങ്ങൾ, അതുപോലെ അതിൻ്റെ തോല്, എന്തിനേറെ അതിൻ്റെ എല്ലും, ഒരു വേള കൃഷി ആവശ്യത്തിന് അതിൻ്റെ കാഷ്ടവും മൂത്രവും നമ്മൾ ഉപയോഗിക്കുകയാണ്. അതിനെല്ലാം പുറമെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുകയും വാങ്ങുകയും ചെയ്തിട്ട് പണമുണ്ടാക്കാൻ വേണ്ടിയും കന്നുകാലികളെ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നു. എല്ലാ അർത്ഥത്തിലും മനുഷ്യന് പൂർണ്ണമായി വിധേയമാക്കി തന്ന ഈ കന്നുകാലി സമ്പത്ത് വർഷത്തിലുള്ള എല്ലാ ദിവസവും നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക.
ഒരു ദിവസം ഈ രൂപത്തിൽ അതിനെ നമുക്ക് തന്ന അള്ളാഹുവിന് നന്ദിയായി ഏറ്റവും നല്ല ഒരു മൃഗത്തെ മോഹവര കൊടുത്ത് വാങ്ങിയിട്ട് അള്ളാഹുവിന് സമർപ്പിക്കുക, അതാണ് ബലി. ഈ ബലിക്ക് ഒരുപാട് പഴക്കമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങാറുള്ളതെങ്കിലും ഞാനൊരല്പം അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണ്. നമുക്കറിയാം, ഹാബീൽ ഖാബീൽ സംഭവം ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ആ കാലഘട്ടത്തിലുള്ള ബലി അതായിരുന്നു കുർബാന. അതായത് ഹാബീലും ഖാബീലും കുർബാന നടത്തി. ഒരാളുടെ കുർബാന, തഫ്സീർ അനുസരിച്ച് ഹാബീലിന്റെ കുർബാന ഏറ്റവും നിഷ്കളങ്കമായ പ്രധാനപ്പെട്ട മുതലിൽ നിന്നുള്ള കുർബാനയായിരുന്നു. അള്ളാഹു അത് സ്വീകരിച്ചു. മറ്റവന്റേത് തള്ളിക്കളഞ്ഞു. ഏത് ജാതി സ്വീകരണം? അസൂയാവഹമായ സ്വീകരണം. അതുകൊണ്ട് തന്നെ ഖാബീൽ ഹാബീലിനെ കൊന്നുകളഞ്ഞു എന്നാണ് ചരിത്രം. ആരാണ് ജയിച്ചത്? ആരാണ് തോറ്റത്? പ്രത്യക്ഷത്തിൽ ഹാബീലാണ് തോറ്റുപോയത്. കാരണം പ്രതിക്രിയയായിട്ട് കൊല നടത്തിയത്, തിരിച്ചു കൊന്നത് ഖുർആൻ പറയുന്നില്ല, ഹദീസിലില്ല. അങ്ങനെ സംഭവിച്ചില്ല. കൊന്നവനാണല്ലോ ജയിക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ ജയിച്ചത് കൊല്ലപ്പെട്ട ആളാണ്. കാരണം അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ ബലി ഇന്നും ലോകത്ത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? അസൂയാവഹമായി തന്നെ തുടരുകയാണ്. കൊന്നവന്റെ അസൂയയും ഈ രംഗത്ത് തുടർന്നു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏതെല്ലാം നിലക്ക് മൃഗങ്ങളെ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്, അതൊന്നും പ്രശ്നമല്ല. ആ മൃഗത്തെ അള്ളാഹുവിന് ബലി കൊടുക്കുന്നുണ്ടോ? അത് പ്രശ്നമാണ്, അത് പ്രശ്നമാണ്. ആ രൂപത്തിൽ അതിനെ ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതതിൻ്റെ ഒരു കൂടപ്പറപ്പായിട്ട് തന്നെ വേണം നമ്മൾ കാണാൻ. ഏതായാലും ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മനസ്സ് കഅബ കേന്ദ്രീകരിച്ച് ചിന്തിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പ്രതിനിധികൾ, ഒരുപക്ഷെ ഈ നാട്ടിലുള്ള പ്രതിനിധികൾ പോലും ഹജ്ജ് കർമ്മത്തിലാണ്, അതിൻ്റെ അവസാന പ്രവർത്തനങ്ങളിലാണ് അവരുള്ളത്. സമാധാനപൂർവം എല്ലാ ഹാജിമാർക്കും അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ എല്ലാം ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വല്ലാത്തൊരു സംഭവമാണ് ഹജ്ജ്, ബലിപെരുന്നാള്, അയ്യാമുത്ത ശരീക്ക്, ഇതെല്ലാം ചേർന്ന് നിൽക്കുന്ന സംഗതിയാണ്. എന്തുകൊണ്ട്? അല്ലാഹു തആല ക്ഷണിച്ചതാണ് കഅബയുടെ അടുത്ത് ചെല്ലാൻ, അള്ളാന്റെ വീട്ടിലേക്ക് പോകാൻ. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ? ശരീരത്തിന് ആരോഗ്യമുണ്ടോ? എന്നാൽ ഒന്ന് എൻ്റെ വീട് വരെ വരണേ എന്ന് അള്ളാഹു പറഞ്ഞതാ. ഈ നാട്ടിൽ ആരെങ്കിലും ഇനി പോകാൻ ബാക്കിയുണ്ടെങ്കിൽ, കഴിവുള്ളവരുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം തന്നെ പോകണം. ഈ പ്രാവശ്യത്തെ ഊഴം കഴിഞ്ഞല്ലോ. അള്ള ക്ഷണിച്ചതാ അവന്റെ വീട്ടിലേക്ക്. ലക്ഷങ്ങൾ മുടക്കിയിട്ട ആളുകൾ പോകുന്നത്, ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചിട്ടാ പോകുന്നത്. അവിടെ ലോക കാഴ്ചകളൊന്നും കാണാനില്ല. എന്തിനാ പോയത്? പാപം പൊറുപ്പിക്കാൻ, ജീവിതം തിരുത്താൻ, നാട്ടുകാരുടെ കാര്യം പറയാൻ, ലോക മുസ്ലിമീങ്ങളുടെ വിഷയം അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ. കഅബ കഥ പറയുന്നുണ്ട് നമ്മളോട്. ആ കഥ നമ്മൾ കേൾക്കണം, പ്രത്യേകിച്ച് ഈ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ. എന്താണ് കഅബക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഥ? ഖുർആൻ പറഞ്ഞു തരികയാണ്, കാനന്നാസു ഉമ്മത്തൻ വാഹിദ. ജനങ്ങൾ മുഴുവനും ഒറ്റ സമുദായമായ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇസങ്ങളില്ലാത്ത, ഒരുപാട് ആത്മീയ കേന്ദ്രങ്ങളില്ലാത്ത, മനുഷ്യരെല്ലാം ഒറ്റക്കെട്ടായ ഒരു സാഹചര്യം. മനുഷ്യോൽപത്തി അതിനോടടുത്ത് നിൽക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നു. അള്ള വീണ്ടും സൂചിപ്പിക്കുന്നു, ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദീ ബിബക്ക മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ആദ്യമായി ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട വീട് അത് ബക്കയിലുള്ള വീടാണ്. മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക. അനുഗ്രഹീത വീടാണ്. അത് ലോകർക്ക് മാർഗദർശനവുമാണ്. ഈ ആയത്ത് ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. ഞാൻ അതിലെ 3 പദങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്ന്, കഅബയുടെ അവ്വലിയത്ത്, അവ്വലു ബൈത്ത്, ആദ്യ വീട്. രണ്ടാമത് വുളിഅ ലിന്നാസ്, കഅബയുടെ ഇൻസാനിയത്ത്, അത് മനുഷ്യനുണ്ടാക്കിയതാണ്, മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. ഏതെങ്കിലും പ്രത്യേക ഇസക്കാർക്ക് ഉണ്ടാക്കപ്പെട്ടതല്ല. കാരണം ഇസങ്ങളില്ല.
അതുണ്ടാകുന്ന സമയത്ത് മുഴുവനും തൗഹീദാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലം മുതലുള്ള ചരിത്രമാണ് കഅബയുടേത് ഖുർആൻ പറയുന്നതെങ്കിൽ തഫ്സീറുകളിൽ അതിനു മുമ്പ് തന്നെ ആദം അലൈഹിസ്സലാമിന്റെ കാലത്ത് തന്നെ കഅബയുണ്ട്. ലല്ലദീ ബിബക്ക മൂന്നാമതായി അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വഹുദൻ ലിൽ ആലമീൻ, അതിന്റെ ആലമീയത്താണ്. അത് ലോകർക്ക് മുഴുവനുമുള്ള വീടാണ്. ഒന്നാമത്തെ വീടാണ്, മനുഷ്യനുള്ള വീടാണ്, ലോകർക്ക് മുഴുവനുമുള്ള വീടാണ്. എന്നാൽ ആ വീടിനൊരു പ്രത്യേകതയുണ്ട്. കഅബ മന്ദിരം ഭൂമി ലോകത്ത് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂ, ഏത് മനുഷ്യനും ലോകത്ത് ജീവിക്കാൻ കഴിയൂ. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാം ഖിയാമൻ ലിന്നാസ്. ആ കഅബ മന്ദിരത്തെ ജനങ്ങളുടെ നിലനിൽപ്പിന് റബ്ബ് ആധാരമാക്കിയിട്ടുണ്ട്. ജനങ്ങൾ നിലനിൽക്കണോ, കഅബ അവിടെ വേണം. ഒരു നിലക്കും കഅബയെ അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ദിവസവും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുന്നു, ഉറങ്ങാൻ കിടക്കുമ്പോ അതിലേക്ക് തിരിഞ്ഞുറങ്ങാൻ കിടക്കുന്നു, മരിച്ചിട്ട് ഖബറിൽ വെക്കുമ്പോ അങ്ങോട്ട് തിരിച്ച് ഖബറിൽ വെക്കുന്നു. വലിയ ബന്ധമല്ലേ ആ കഅബയുമായി നമുക്കുള്ളത്. തൗഹീദിന്റെ ഭവനമാണ്, ആത്മീയ കേന്ദ്രമാണ്, ഏക ആത്മീയ കേന്ദ്രമാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രം വെക്കപ്പെട്ട വീടാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോ ജനങ്ങൾക്ക് ഇവിടെ നിലനിൽക്കണോ, കഅബ അവിടെ വേണം. ഖുർആനിൽ രണ്ട് കാര്യത്തെ പറ്റിയാണ് ജനങ്ങളുടെ നിലനിൽപ്പിന് ആധാരം എന്ന് പറഞ്ഞത്. മറ്റൊന്ന് പണമാണ്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പണമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയൂല. അള്ളാഹ് പറഞ്ഞു, വലാ തുഅ്തു സുഫഹാഅ, വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ കൊടുക്കരുത് അംവാലക്കും, നിങ്ങളുടെ ധനം. അത് കൈകാര്യം ചെയ്യാൻ അവരെ കയ്യിൽ കൊടുക്കരുത്. അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാണല്ലോ ധനം. അതുകൊണ്ട് നിങ്ങൾ അതിനെ കരുതി കൈകാര്യം ചെയ്യണം. പക്വതയില്ലാത്ത ആളുകളുടെ കയ്യിൽ കൊടുക്കരുത് എന്ന് അള്ളാഹു. എന്നാൽ ആ കഅബ മന്ദിരം ഖിയാമത്ത് നാളിന്റെ ഏഴാമത്തായി ഭൂമി ലോകത്ത് നിന്ന് പിഴുതെറിയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമി ലോകത്ത് മനുഷ്യരെ പാർക്കാൻ റബ്ബ് അനുവദിക്കുകയില്ല. അതാണ് കഅബ നമ്മോട് പറഞ്ഞു തരുന്ന കഥ. എന്നാൽ ആ കഅബ, അതിന്റെ കഥ പറഞ്ഞു തരുന്നത് നൂഹ് അലൈഹിസ്സലാമിന്റെ കാലം മുതലാണ്. എന്താണ് കഥ? നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് ജനങ്ങൾക്കുള്ള ഏക ആത്മീയ കേന്ദ്രത്തിന് പകരം ശിർക്കിന്റെ 5 കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് 5 ഔലിയാക്കന്മാരെ ആരാധിച്ച സംഭവം. 5 കേന്ദ്രങ്ങൾ ഉണ്ടായി ആളുകൾക്ക്. അങ്ങനെ സ്വാഭാവികമായി കഅബയെ അവഗണിച്ചു കളഞ്ഞു. അവർക്ക് കഅബ വേണ്ടാത്ത ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അല്ലാഹു എന്ത് ചെയ്തു? ഈ ഭൂമി ലോകത്ത് അവര് വേണ്ടതില്ല, പ്രളയത്തിലൂടെ മുഴുവൻ ആളുകളെയും നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് കഅബയുടെ ചരിത്രം തുടങ്ങുന്നത് അബുൽ അംബിയാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഫലസ്തീനിൽ നിന്ന് 1500 കിലോമീറ്റർ ജിബ്രീലിനോടൊപ്പം സഞ്ചരിച്ചിട്ട് മക്കയിലെത്തി കഅബയുണ്ടാക്കിയതാണ്. സ്ഥലം കാണിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഇബ്രാഹിമിന് കഅബയുടെ സ്ഥലം നമ്മൾ സൗകര്യപ്പെടുത്തി കൊടുത്തു. ആ വാക്കിൽ തന്നെയുണ്ട് കഅബ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു എന്ന സൂചന. ജിബ്രീൽ അലൈഹിസ്സലാമാണ് കാണിച്ചു കൊടുക്കുന്നത്. മണ്ണിൽ മൂടിക്കിടക്കുകയായിരുന്നു അതിന്റെ അടിത്തറ എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഹാജറിനെയും ഇസ്മായിലിനെയും ഒന്ന് മാറി താമസിപ്പിക്കാൻ 1500 കിലോമീറ്റർ നടക്കേണ്ട ആവശ്യം എന്താ? അത് കഅബയുടെ പരിസരത്ത് തന്നെ ഉണ്ടാകണം. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചതിന് ശേഷം നടത്തിയ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന, അല്ലാഹുവേ ഫജ്അൽ അഫ്ഇദത മിനന്നാസി തഹ്വി ഇലൈഹിം, ജനങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ മനസ്സിനെ ഇവരിലേക്ക് ചായ്വുള്ളതാക്കണം. അഥവാ കഅബയിലേക്ക് അവർ വരണം. ആ കഅബയുടെ പരിസരത്തിലാ ഞാൻ എൻ്റെ ഭാര്യയെയും മകനെയും താമസിപ്പിച്ചിരിക്കുന്നു. ആരോരുമില്ലാത്ത, വാസയോഗ്യമല്ലാത്ത, കൃഷിയില്ലാത്ത ഇവിടെ ആരെങ്കിലും ഒക്കെ വരണം നാഥ, ഈ കഅബ പരിപാലിക്കാൻ എന്ന രൂപത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. നമ്മൾ ആലോചിച്ച് നോക്കുക. മിനന്നാസ് എന്ന പ്രയോഗം, ഒരു കുറച്ചാളുകളെങ്കിലും എന്ന പ്രയോഗം എവിടെ പോയി ബാക്കിയുള്ളവർ? അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ തന്നെ കാണാം. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. ഈ വിഗ്രഹങ്ങൾ ഉണ്ടല്ലോ,
ശിർക്കിന്റെ ആളുകൾ, ആ ആളുകൾ ഒരുപാട് ആളുകളെ പേപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ കഅബ വേണ്ട, തൗഹീദിന്റെ കേന്ദ്രം വേണ്ട, അവർക്ക് വിഗ്രഹങ്ങളുടെ ശിർക്കിന്റെ കേന്ദ്രമാണ് വേണ്ടത്. അതുകൊണ്ട് ഒരു കുറച്ച് ആളുകളെങ്കിലും നാഥ ഈ ഭവനത്തിന്റെ അടുക്കേക്ക് നീ കൊണ്ടുവരണേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന കഅബ കഥയായിട്ട് ഈ ഹജ്ജ് വേളയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഇബ്ലീസ് പണി നിർത്തിയില്ല. ഇബ്ലീസ് ആദ്യം കഅബയെ അവഗണിക്കാൻ വേണ്ടി ചെയ്തത് മറ്റ് സ്ഥലത്ത് ശിർക്കിന്റെ കേന്ദ്രം ഉണ്ടാക്കിയതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പര മക്കയിൽ ജീവിക്കുകയും കഅബ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടക്ക് ഇബ്ലീസിന് തോന്നി ഈ കഅബ തന്നെ അങ്ങ് ശിർക്കിന്റെ കേന്ദ്രമാക്കിയാൽ എന്താ. അങ്ങനെ അംർ ഇബ്നു ലുഹൈ എന്ന ഖുറൈശി പ്രമുഖനായ ഈ കഅബ പരിപാലിക്കുന്ന ഏറ്റവും വലിയ നേതാവിനെയാണ് ഇബ്ലീസ് കയറി പിടിച്ചത്. ആരാ അംർ ഇബ്നു ലുഹൈ? അവൻ അവിടുത്തെ ഏറ്റവും വലിയ പുരോഹിതനാ. തിരുവായിക്ക് വറുവായില്ല. അംർ ഇബ്നു ലുഹൈയിൽ ചില കറാമത്തുകളൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് വരെ ജാഹിലിയ്യ കാലത്ത് അറബികൾക്കിടയിൽ വർത്തമാനമുണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അങ്ങനെ അദ്ദേഹം ഷാം യാത്രക്കിടെ ഹുബിലി എന്ന വിഗ്രഹം കൊണ്ടുവന്നിട്ട് ആദ്യമായി കഅബയിൽ സ്ഥാപിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഇത് അള്ളയല്ല, മറിച്ച് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ, വസീലയാക്കാൻ, ശുപാർശ ചെയ്യാൻ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഇബ്ലീസിന്റെ തന്ത്രം വിജയിച്ചിട്ട് ആദ്യമായി ശിർക്കൻ ആചാരം കഅബയിൽ വെച്ച് നടക്കുകയാണ്. അതിൽ നിന്ന് കഅബയെ മോചിപ്പിക്കാനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യ റസൂലായിട്ട് പറഞ്ഞയച്ചത്. ഈ ഹജ്ജ് വേളയിൽ, ഈ അയ്യാമുൽ തശ്രീഖിൽ, ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട തൗഹീദിന്റെ കഥ കഅബ പറഞ്ഞു തരുന്നത് നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറന്നു പോകാത്ത വിധത്തിൽ നമ്മൾ കൊത്തിവെക്കണം. റസൂലിനെ ഏൽപ്പിച്ച ദൗത്യം ചില്ലറ ദൗത്യമല്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ആ കഅബ പുതുക്കി പണിയാൻ അല്ലാഹു തആല ഏൽപ്പിച്ചെങ്കിൽ റസൂലിനെ ഏൽപ്പിച്ച ദൗത്യവുമായി തട്ടിച്ചു നോക്കിയാൽ അതത്ര വലിയ ദൗത്യമായിരുന്നില്ല. ഒരു കെട്ടിടമുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, കല്ലെടുത്ത് മേലെ വെച്ചാൽ മതി. പക്ഷേ റസൂല് വരുന്ന സമയത്ത് അവിടെ ശിർക്കാണ് നടക്കുന്നത്. അതിനൊരുപാട് ആളുകൾ, ആ നാട്ടുകാർ മുഴുവനും അത് അംഗീകരിച്ചിട്ട് അവര് അതിനെ നടത്തിക്കൊണ്ടു പോവുകയാണ്. അത് മുഴുവനും നിർമാർജനം ചെയ്തിട്ട് അവിടെ തൗഹീദ് സ്ഥാപിക്കുക എന്ന ഉത്തരവാദിത്വം അല്ലാഹു പറഞ്ഞു റസൂലിനോട്. അത് നിങ്ങളുടെ കയ്യിൽ വരും കഅബ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന നമസ്കാരവും പ്രാർത്ഥനയും അല്ലാഹുവിനോടാകണം. അവിടെ നടക്കുന്ന ബലികർമ്മം അത് അല്ലാഹുവിനെ മാത്രമായിരിക്കണം. തൗഹീദ് വേണം ബലിയിൽ, തൗഹീദ് വേണം പ്രാർത്ഥനയിൽ, നമസ്കാരത്തിൽ. അതാണ് നിന്നെ ഏൽപ്പിച്ചത് എന്ന് അല്ലാഹു തആല തന്നെ പറയുകയും അല്ലാഹുവിന്റെ റസൂലിനെ കഅബയുടെ പരിസരത്ത് വെച്ച് ഫലസ്തീനിലേക്ക് ജിബ്രീൽ മുഖേന കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അതിന്റെ പേരാണ് ഇസ്റാ. എന്തിനാണ് അവിടെ പോയത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്നില്ലേ അല്ലാഹു? ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുവന്നില്ലേ? കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ മുഴുവനും കൊണ്ടുവന്നില്ലേ? നമ്മുടെ അഖീദ അതല്ലേ? എന്നിട്ട് അവരെല്ലാവരും മഅ്മൂമായി നിന്ന്, അവർക്ക് ഇമാമായി നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം നിർവഹിച്ചില്ലേ? എന്തിന്? ഒരാത്മീയ കൈമാറ്റമായിരുന്നു അത്. ഇനി ലോകത്ത് തൗഹീദ് പറയേണ്ടത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഏറുകിട്ടി, പരിഹാസങ്ങൾ സഹിച്ചു, ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. പക്ഷേ ആ കഅബയിൽ തൗഹീദ് ഊട്ടിയുറപ്പിച്ചതിന് ശേഷം അള്ളാഹ് തിരിച്ചു വിളിച്ചില്ലേ നമ്മുടെ ഹബീബിനെ? ഇദാ ജാഅ നസ്റുല്ലാഹ് വൽ ഫതഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. മക്കം ഫത്ഹ് പൂർത്തിയായി ആളുകൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒഴുകുന്നത് കണ്ടാൽ വഫാത്തിന് തയ്യാറാകണം റസൂലേ, താങ്കളുടെ ദൗത്യം പൂർണ്ണമായി എന്ന സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ മുതിർന്നവരായ മുഴുവൻ ആളുകളും ഇബ്രാഹിമുമാരാകണം, അടിയുറച്ച വിശ്വാസികളാകണം. കേൾക്കുന്ന സഹോദരിമാരെ ഹാജറമാരാകണം, എന്റെ കൊച്ചനുജന്മാരെ ഇസ്മായിലുമാരാകണം. അങ്ങനെ കറകളഞ്ഞ തൗഹീദിന്റെ ഉടമകളായി
പരിവർത്തനപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിറുഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അയ്യാമു തശ്രീഖിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അയ്യാമു തശ്രീഖി അയ്യാമു അഖിലിൻ വ ശുറൂബിൻ വ ദിക്രില്ലാഹ്. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ അത് തിന്നാനും കുടിക്കാനും ദിക്ർ ചെയ്യാനുമുള്ള ദിവസങ്ങളാണ്. അഥവാ ഒരു ലീവ് ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങള് ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് അതുപോലെ അള്ളാഹുവിനെ ഓർമ്മിച്ച് വലിയ ബാധ്യതയോ ഉത്തരവാദിത്വമൊന്നും ഇല്ലാതെ അങ്ങ് കഴിച്ചു കൂട്ടുക. കാരണം ഒരുപാട് സംഗതികൾ നടന്ന് ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. ഈ അയ്യാമു തശ്രീഖിനെ പറ്റി അള്ളാഹു ഖുർആനിൽ പറയുന്നു, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കുക. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ തഫ്സീറാക്കിയത് അയ്യാമു തശ്രീഖ് എന്നാണ്, അയ്യാമു മഅദൂദാത്ത്. എന്നാൽ ഖുർആനിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് തന്നെ അയ്യാമു മഅലൂമാത്ത് എന്ന ഒരു പ്രയോഗവും അള്ളാഹു നടത്തിയിട്ടുണ്ട്. വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ. അയ്യാമു മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങൾ. ഈ അയ്യാമു മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയുടെ 10 ദിവസമാണ്, പെരുന്നാൾ ദിവസം ഉൾപ്പെടെയുള്ള 10 ദിവസങ്ങൾ. എന്നാൽ അയ്യാമുൽ മഅദൂദാത്ത് അത് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളാണ്. ഈ പറഞ്ഞ ഹദീസിലും ആയത്തിൽ നിന്നുമായി നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഒന്നാമത്തത്, അള്ളാന്റെ റസൂല് പറയുന്നു, ഇത് അയ്യാമു അഖിലിൻ വ ശുറുബിൻ, തിന്നാനും കുടിക്കാനും ഉള്ള ദിവസമാണ് എന്ന് പറഞ്ഞപ്പോൾ നോമ്പ് വെൽക്കാൻ പാടില്ല എന്ന് മനസ്സിലായി. 2 പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പ് വെൽക്കാൻ പാടില്ല, അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലും നോമ്പ് വെൽക്കാൻ പാടില്ല. എന്നാൽ ഈ നോമ്പ് നിൽക്കാൻ പാടില്ല എന്ന നിയമത്തിൽ ഹാജിമാർക്ക് അത്യാവശ്യമായി വരുന്ന സന്ദർഭത്തിൽ ഹദിയ് കൊടുക്കാൻ സാധിക്കാത്ത ഹാജിമാർ നോമ്പ് വെൽക്കണമല്ലോ. ആ സന്ദർഭങ്ങളിൽ അയ്യാമു തശ്രീഖിലും അവർക്ക് നോൽക്കാമെന്ന് അഭിപ്രായമുണ്ട്. ഇനി മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇവിടെ നിങ്ങൾ തിന്നോ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് പറഞ്ഞത് ദിക്റുള്ളയാണ്. അപ്പൊ അങ്ങ് കയറൂരി വിട്ടതാകരുത്, അത് അതിനോട് ചേരണം. എപ്പോൾ തിന്നാണെങ്കിലും കുടിക്കുകയാണെങ്കിലും അള്ളാഹ് ഓർമ്മ വേണം, ബിസ്മി ചൊല്ലണം. അതുപോലെ തന്നെ കഴിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. പച്ചവെള്ളം കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഓർമ്മ വേണം, എന്താണ് ഈ വെള്ളം, ഇതെങ്ങാനും ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുക. നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ, നിറം അറിയില്ല, രുചി അറിയില്ല, അതിൻ്റെ ഒന്നും അറിയില്ല, അതിൻ്റെ സ്മെല്ല് അറിയില്ല. എന്താണ് പച്ചവെള്ളം എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ വരെ നമുക്കറിയില്ല. കുടിക്കാതെ പറ്റൂല, ഉപയോഗിക്കാതെ പറ്റൂല, അത്രേ അറിയൂ. അള്ളാന്റെ അപാരമായ അനുഗ്രഹം. അള്ളാഹിനോടൊരു സമ്മതം ചോദിക്കുക, ബിസ്മില്ല, നിന്റെ പേരിൽ ഞാനിത് കുടിക്കട്ടെ. കുടിച്ചു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ, ഇതൊക്കെ മനസ്സ് തട്ടിയിട്ട് പറയണം, അള്ളാഹുവിനെ ഓർമ്മിക്കണം. അതുപോലെ തന്നെ അള്ളാഹു തആല തിന്നാനും കുടിക്കാനും പറഞ്ഞ മറ്റൊരു സ്ഥലത്ത് ഖുർആനിൽ പറയുന്നത് വകുലു വശറബു വലാ തുസ്രിഫു എന്നാണ്. നിങ്ങൾ തിന്നേം കുടിക്കുകയൊക്കെ ചെയ്തോളി, പക്ഷെ അമിതാക്കണ്ട. ഓരോ വർഷവും പെരുന്നാൾ കഴിഞ്ഞ് കുറെ ദിവസം കഴിയുമ്പോൾ ഒരുപാട് അറ്റാക്കുകൾ, ഇഷ്ടംപോലെ ഉയർച്ച് കൊണ്ടാച്ച് വേണ്ടാതെ ഇങ്ങനെ വാരി വലിച്ച് തിന്ന് ശരീരത്തിന് കേടുണ്ടാക്കരുത്, ഒരമിതമായി പോകരുത്. ചില ഓർമ്മയും കഥയൊക്കെ ഉണ്ടാകണം. അതുപോലെ തന്നെ
വദ്കുറുല്ലാഹ എന്ന് അല്ലാഹു തആല പറഞ്ഞത് ഈ പ്രത്യേകമായ ദിവസങ്ങളിൽ അയ്യാമു തശ്രീക്കിൽ ഫർള് നമസ്കാരങ്ങളുടെ ശേഷം മുഖയ്യദായ തക്ബീറുകളുണ്ട്. അയ്യാമു തശ്രീക്കിന്റെ അവസാനത്തെ അസർ വരെ അഥവാ നമസ്കാരത്തിന് ശേഷം നമ്മൾ ദിക്റുകൾ ചൊല്ലാറില്ലേ, അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് തന്നെ കൊണ്ടു നടക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന്റെ ആ കൽപ്പന പ്രയോഗവൽക്കരിക്കേണ്ടത് ഫർള് നമസ്കാരങ്ങളുടെ ശേഷമാണ് എന്ന് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഈ രൂപത്തിൽ കൃത്യമായി അയ്യാമു തശ്രീക്ക് കൊണ്ടു നടക്കാനും അതുപോലെ അള്ളാഹു ആദരിച്ച കാര്യങ്ങളെയെല്ലാം ആദരിക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പെരുന്നാൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഉളഹിയത്ത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹജ്ജാജിമാരുടെ ഹജ്ജ് അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളായി, ലോകത്തിന്റെ പ്രതിനിധികളായി നിന്റെ ഭവനത്തിങ്കൽ ഒരുമിച്ച് കൂടിയ ഹാജിമാർക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ചു വരാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അവർ ഞങ്ങളുടെ കാര്യത്തിൽ നിന്നോട് ചോദിച്ചത്, അവരുടെ കാര്യത്തിൽ ചോദിച്ചത്, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിച്ചത് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ പെരുന്നാളിന്റെ സന്ദർഭങ്ങളിലും അതുപോലെ അയ്യാമു തശ്രീക്കിലുമെല്ലാം നിന്റെ ദാസന്മാരായതിന്റെ പേരിൽ ഞങ്ങളോട്, മുസ്ലിം സമൂഹത്തോട് അസൂയ വെച്ച് പുലർത്തുന്നവരുണ്ട്. നാഥ, അവരെ തിരുത്തണേ റഹ്മാനെ. സത്യം മനസ്സിലാക്കി കൊടുക്കാൻ അവസരം നൽകണേ റഹ്മാനെ. ഇസ്ലാമിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവർക്കും ഉപകാരം ചെയ്യാൻ, നന്മ ചെയ്യാൻ വിശാലമായ മനസ്സ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.